എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ എസ് കെ സജീഷ്, SDRF-ൽ ബാക്കിയുള്ള 677 കോടി എത്ര വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിൽ സംസ്ഥാന സർക്കാരിന് ഒരു കണക്ക് വേണ്ടേ? അതുപോലും ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ വന്ന കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഫിനാൻസ് ഓഫീസറെ ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം കോടതി 5 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിലവിൽ ഉള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണത്തിന് എത്ര കമ്മിറ്റ്മെന്റ് SDRF-ൽ ഇനി നൽകാനുണ്ട്, അതുപോലെ തന്നെ വയനാടിന് എത്ര നൽകി, ഇനി എത്ര നൽകണം, അതുപോലെ തന്നെ പുനരധിവാസത്തിന് എത്ര തുക ഇനി വേണ്ടിവരും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരു അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ലെവലിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒറ്റയടിക്ക് മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ദുരന്തത്തിൽ കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ കോൺഗ്രസും BJP-യോടൊപ്പം ചേർന്ന് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ തമിഴ്നാട്ടിൽ കേന്ദ്ര സംഘം വരുമ്പോൾ തന്നെ അവിടെ ഇപ്പോൾ 944 കോടി രൂപ ഇന്നലെ അനുവദിക്കുകയാണ്. എത്ര മുമ്പാണ് കേരളം ആവശ്യപ്പെട്ടത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് 1-2 കാര്യങ്ങളിൽ സംശയം. താങ്കൾ പറഞ്ഞു ഒരു ഓഫീസറെ ഹൈക്കോടതി വിളിച്ചു വരുത്തി കണക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഇന്നലെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത തേടിയിരുന്നു. ഈ കേസ് കൂടി ഓർക്കണം, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുമ്പോൾ നമ്മുടെ കൈവശം എത്രയുണ്ട്, എന്തെല്ലാമാണ് നമ്മുടെ കുറവ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതല്ലേ? ഇവൻ ശരിയല്ല. എവിടെയാണ് ഇനി ചെലവിടാനുള്ളത്, എന്തെല്ലാമാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ അതറിയില്ല. അത് ഇനി വിശദമായി പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് 4 മാസം ആയി എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. എത്ര വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇനി കൊടുക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ തുക നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റണ്ടേ? അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇന്നലെ ചോദിച്ചതാണ്, ഇന്നും പറയാൻ പറ്റുന്നില്ല. അതിൽ ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ കോടതിയിൽ പോയി എന്നാണ് പറയുന്നത്. നമ്മൾ കോടതിയിൽ പോയതല്ല, കോടതി സ്വമേധയാ കേസെടുത്തതാണ്. ഈ കേസിൽ ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് നിലവിലുള്ള നിഷ, ഒരു കാര്യം ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് വ്യക്തമാകും. അതുപോലെ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാവണം ചോദ്യവും ഉത്തരവുമെല്ലാം. കേന്ദ്ര സർക്കാർ ഒന്നും നൽകാൻ വേണ്ടി പോകുന്നില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. എങ്ങനെ നൽകണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരമാണ്. അതിനനുസരിച്ചാണ് പ്രത്യേക സഹായം നൽകുന്നത്. ആ പ്രത്യേക സഹായം തമിഴ്നാടിന് ഒറ്റയടിക്ക് നൽകാം. ഞാൻ ആ നേരെയുള്ള ചോദ്യത്തിന്, ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. എന്താണ് നിഷ ഇത്ര തിരക്ക്? നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഈ കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. ആ ക്ലാരിറ്റി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ അതാണ് കേരളത്തോട് കാണിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട്. അതിൽ എത്ര കോടി ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൊടുക്കാൻ കഴിയും? ബാക്കി കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ്സ് എന്തെല്ലാമാണ്? കണക്കുണ്ടോ? നിങ്ങളെല്ലാം എന്ത് രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് CAG ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള CAG ഓഡിറ്റിംഗ് വിധേയമാകുന്ന കർശനമായ മാനദണ്ഡം അനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ഫണ്ടൊക്കെ ചെലവഴിക്കാനും പറ്റൂ. അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭഗത്തെ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, കോടതി ഇന്ന് രാവിലെ ചോദിച്ചതാണ്, ഇന്ന് വൈകുന്നേരം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന താങ്കൾക്കെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? 677 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുള്ളതിൽ ഇനി മറ്റു ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവിടാനുള്ളത് എത്രയാണ്? എന്തെല്ലാം കമ്മിറ്റ്മെന്റ്സ് ആണ്? ചൂരൽമലയിൽ എത്ര കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അത് പോട്ടെ, പക്ഷേ ആർക്കൊക്കെയോ കൊടുക്കാനുണ്ട് വിവിധ ഇടങ്ങളിലായി എന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ. അത് എവിടെയൊക്കെയാണ്, എത്ര കോടി കൊടുക്കാനുണ്ട് എന്ന വ്യക്തത ശ്രീ സജീഷിനെങ്കിലും ഉണ്ടോ? എണീറ്റ് വരണ്ടേയിരുന്നു.
നിഷ, ഒരു കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയാൻ ആദ്യം അനുവദിക്കണം. നിങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ഈ ചർച്ച എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിന് നിങ്ങൾ വേറെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തോളുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെ അല്ല താങ്കൾ ഉത്തരം പറയുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ഒഴിഞ്ഞു മാറിയതുപോലെ തന്നെ താങ്കൾ ഒഴിഞ്ഞു മാറുകയാണ്. താങ്കൾ പറയുന്നു തമിഴ്നാടിന് എന്തോ വലുതെന്തോ കൊടുത്തു. അവരുടെ SDRF-ലേക്ക് കൊടുക്കേണ്ട ഗഡുവാണ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ളത്. അതാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞപ്പോൾ കേരളത്തിന് തന്നത്. എമൗണ്ടുകളിൽ വ്യത്യാസമുണ്ട്. കാരണം സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അനുസരിച്ചാണ്. തമിഴ്നാടിന് വലുതായി പുതുതായി എന്തോ കൊടുത്തു, കേരളത്തിന് തന്നില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമല്ലേ? രണ്ടു കൂട്ടർക്കും കൊടുത്തിരിക്കുന്നത് SDRF-ലോട്ടുള്ള ഷെയർ അല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അങ്ങനെയല്ല. ഇതിനകത്ത് തന്നെ ഇപ്പോൾ 159 കോടി രൂപ കേരളത്തിന് തന്നു എന്ന് പറയുന്നത് തന്നതല്ല. അത് നിങ്ങളുടെ SDRF കണക്കാക്കി അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലാതെ ഒരു ഫണ്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല പുതുതായിട്ട്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അതിൽ ഇപ്പൊ നിലനിൽക്കുന്ന 677 കോടി എന്ന് പറയുന്ന തുകയിൽ നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ താങ്കൾ പിന്നെയും ആവർത്തിച്ച് കോടതിയിലെ കാര്യവും ഇതിന്റെ ഫണ്ടിന്റെ ഓരോന്നിന്റെയും കണക്കുമെല്ലാമാണല്ലോ ചോദിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. ഒരു വാചകം കൂടി ചേർത്ത് പറയാം. നിഷ, പറയാനുള്ള സമയമാണ് ചോദിച്ചത്. പറയാനുള്ള ജയേന്ദ്ര മാസ്റ്റർ കിട്ടിയല്ലോ. ഇനിയും സമയം തരും നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് അവസരം തരുന്നേ. നിങ്ങൾക്ക് അവസരം തരുമ്പോ നിങ്ങൾ സംസാരിച്ച സജീഷേ, അതല്ല ഒരു മര്യാദ. ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടു, പ്രേക്ഷകർ കേട്ടു. ഒന്ന്, AKG സെന്ററിലെ ക്യാപ്സ്യൂൾ ഇന്ന് കോടതിയിൽ വിലപ്പോയില്ല. അവിടെ വിലപ്പോവാത്തത് വന്ന് ചാനലിൽ വന്ന് നിങ്ങൾ എത്ര ഉരുണ്ട് കളിച്ചാലും നിങ്ങൾ രക്ഷപ്പെടില്ല. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ഇനിയും ആളെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് പറഞ്ഞത് അമിത്ഷായല്ല, നിങ്ങളും ഞാനും ഒക്കെ ബഹുമാനിക്കുന്നു എന്ന് അഭിനയിക്കുന്ന പരമോന്നതമായ കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട, അത് നിർത്തണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇത് സജീഷോടുമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ആരെയാണ് സർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ വിനിയോഗത്തെ കുറിച്ച് എന്ത് കണക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? അത് കോടതിയിൽ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് കേന്ദ്രത്തെ കുറ്റം പറയുന്ന എന്റെ ബഹുമാനപ്പെട്ട സജീഷേ, വയനാട്ടിന് ദുരന്തമുണ്ടായപ്പോൾ തന്നെ ദുരന്തം നടന്ന, നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട, കൃഷിയിടം നഷ്ടപ്പെട്ട വിലങ്ങാട് എന്താ ഉറക്കം വരുന്നു? എന്ത് ദുരിതാശ്വാസ പ്രവർത്തനമാണ് അത്? എൽത്തി പ്രഖ്യാപിക്കാഞ്ഞിട്ടല്ലോ സജീഷേ. എന്ത് ദുരിതാശ്വാസ പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് ആ വിലങ്ങാട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഇനിയിപ്പോ നടക്കുന്നത് എന്താ? കോടതി ചോദിച്ചു, അല്ല കേന്ദ്രം കുറെ പൈസ 2 ഗഡുവായി തന്നത് നേരത്തെ തന്നിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചു? നമ്മളെ കയ്യിൽ ഒരു കയ്യും കണക്കും ഇല്ല സജീഷേ. ഇനി ചോദിച്ചു, അല്ല SDRF കൊണ്ട് നന്ന കഴിയുമോ? ഇത് ഇല്ല. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ടാക്കിയത്? കണക്ക് വേണോ സജീഷേ? വേണ്ട. 675.11 കോടി രൂപ പിണറായി വിജയൻ അടവച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നു. വിവരാവകാശ പ്രകാരം ചോദിച്ചു, കൊടുത്തത് എത്രയാ? 7.65. 675.11 കോടി ഉള്ളതിൽ 7.65 ബാക്കിയൊക്കെ അവിടെ വെച്ച് അടയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പോയി ചത്തുടടാ. ഇനി ഇത് പലപ്പോഴും പുട്ടടിച്ചിട്ടുണ്ട് സജീഷേ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇതൊന്നും ചെലവഴിക്കുന്നതിന് വലിയ നിയന്ത്രണമൊന്നുമില്ല എന്ന് കേരളത്തിന്റെ അനുഭവമല്ലേ? KK രാമചന്ദ്രൻ മാഷിയുടെ കടം, കോടിയേരി ബാലകൃഷ്ണന്റെ കാർ ഇടിച്ച് മരിച്ചുപോയ പോലീസുകാരന്റെ നഷ്ടപരിഹാരം 20 ലക്ഷം,
അപ്പൊ എന്താ ഈ വയനാട്ടുകാർക്ക് ഇതൊന്നും കൊടുക്കണ്ടേ? ഉത്തരം പറ. സജീഷ പറ, എന്നാ മെമ്മോറാണ്ടം കൊടുത്തത്? നവംബർ 13 എഴുതി വെക്ക്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കിട്ടണം. രാഷ്ട്രീയമായിട്ടുള്ള വിവേചനമാണോ? അങ്ങനെയാണെങ്കിൽ സജീഷെ NDA അല്ലല്ലോ തമിഴ്നാട് ഭരിക്കുന്നത്, അവർക്ക് കൊടുത്തല്ലോ. ഇവിടെ നിങ്ങൾ സഹായിക്കുക എന്നത് കേരളത്തെയും പരിഗണിക്കുക എന്നത് മര്യാദ. അതില്ലെങ്കിലും ഞങ്ങൾ ഈ കാര്യങ്ങൾ മാതൃകാപരമായി ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കപ്പെടും എന്ന് നാല് മാസമായി പറയുന്നു, ഒന്നും നടക്കുന്നില്ല സജീഷ്. നന്നായിട്ടുണ്ട്. ആളുകളൊക്കെ ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുകയാണ്, മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലെന്ന് ആളുകൾ ജനങ്ങൾ സത്യസന്ധമായി ക്യാമറകൾക്ക് മുന്നിൽ പറയുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. നിഷയ്ക്ക് ഒരു കാര്യം, നിഷയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം നിഷയ്ക്ക് ഇങ്ങനെ പൊള്ളുന്നത് എന്താണെന്ന്, അത് നിഷയുടെ രാഷ്ട്രീയം, അത് നിങ്ങൾ കൈകാര്യം ചെയ്തോ. ഉണ്ടാക്കല്ലേ. എന്റെ രാഷ്ട്രീയമൊന്നുമല്ല, വസ്തുതകൾ പറയണം ശ്രീ സജീഷ്. വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. അത് പറയുക തന്നെ ചെയ്യും. പി ജയചന്ദ്രൻ, നവംബർ 13 നിങ്ങൾ നിവേദനം നൽകിയുള്ളൂ എന്ന് ചോദിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഓഗസ്റ്റ് 14 ദുരന്തശേഷം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതിനാലാണ് ആ പറഞ്ഞ രീതിയിലുള്ള നിവേദനം നവംബർ 13 മാത്രം കൊടുക്കേണ്ടി വന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി SK സജീഷ് പറയുന്നത്. നിഷ അല്ലെങ്കിലും ഒരു സംസ്ഥാനവും ഇത്ര വേഗത്തിൽ കൊടുത്തിട്ടില്ല. ശരിയല്ല സജീഷ്, ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ ഈ ചെയ്യുന്നത് ശുദ്ധമായ, ഞാൻ ഭാഷ പ്രയോഗിക്കുന്നില്ല. എന്റെ അവസരം ഞാൻ 2 തവണ നിങ്ങൾ പറഞ്ഞ പിടപെട്ടു. നിങ്ങളുടെ അവസരം ഞാൻ പറയാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ശരിയല്ല സജീഷ്. അങ്ങാടി തോറ്റതിന് ഇവിടെ വന്ന് കൊഞ്ഞനം കുത്തരുത്. കോടതിയിൽ തോറ്റതിന് ഇവിടെ വന്ന് കൊഞ്ഞനം കുത്തരുത്. കോടതിയിൽ തോറ്റതിന് ഇവിടെ വന്ന് ഉരുളരുത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.